കേരളത്തിലെ സാധാരണ കർഷകരുടെ വിളകൾ സംരക്ഷിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി തുടങ്ങിയതാണ് സംസ്ഥാന സർക്കാരിന്റെ ഖദർ ആപ്ലിക്കേഷൻ. കഴിഞ്ഞ കർഷക ദിനത്തിൽ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ പക്ഷേ ഇപ്പോഴും പൂർണ്ണമായി പ്രവർത്തനക്ഷമമായിട്ടില്ല. 8.5 ലക്ഷത്തോളം കർഷകർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തെങ്കിലും 50% ജോലികൾ മാത്രമേ ഇതുവരെ പൂർത്തിയായിട്ടുള്ളൂ. 2024 കർഷക ദിനത്തിലാണ് കേരള സർക്കാർ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ഖദിർ ആപ്പ് എന്ന പേരിലാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. കർഷകർക്ക് കൃത്യമായി അവരുടെ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും ഇനി അഥവാ ഈ വിള ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അത് വിൽപ്പന നടത്തുന്നതിനായി കൃത്യമായി ഓൺലൈനിലൂടെ സംവിധാനം ഒരുക്കുന്നതിനും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു പുതിയ സംവിധാനം ഒരുക്കിയത്. കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതിക്ക് വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഖദിർ. കേരളത്തിലെ ഏകദേശം 8.5 ലക്ഷത്തോളം കർഷകർ ഇതിനോടകം ഖദിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് കർഷകർ ഇതിനെക്കുറിച്ച് അറിയാനുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷനുകൾ രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ഭൂരിഭാഗം കർഷകരും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉപയോഗങ്ങൾ ഇതുവരേക്കും ആർക്കും ലഭ്യമായി തുടങ്ങിയിട്ടില്ല. ഏകദേശം 50% ജോലികൾ മാത്രമാണ് ഖദിർ ആപ്പിൻ്റെ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുള്ളൂ. ഖദിർ ആപ്പ് ലഭിക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഇതിനായി ലഭ്യമാക്കിയിട്ടുള്ള QR കോഡ് വഴിയാണ് ആദ്യ മാർഗം. ഇതാണ് ഖദിർ മൊബൈൽ ആപ്ലിക്കേഷൻ. കഴിഞ്ഞ വർഷം ചിങ്ങം 1 കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ഈ ആപ്ലിക്കേഷൻ ഉദ്ദേശിച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുമായിരുന്നു. തങ്ങളുടെ വിളകൾക്ക് ഏതെങ്കിലും പുതിയ ഇനം രോഗങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ബാധിച്ചാൽ ഒറ്റ ക്ലിക്കിൽ അതിനൊരു പരിഹാരം ലഭിക്കും. ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ വിപണനം ചെയ്യാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം, കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക വിളകളുടെ സബ്സിഡിയും മറ്റു സർക്കാർ ആനുകൂല്യങ്ങളുമെല്ലാം കർഷകന് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാതെ ലഭിക്കും. സ്വപ്നതുല്യമായ പദ്ധതി. എന്നാൽ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലെ ഭൂരിഭാഗം കർഷകരും ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തവരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. ഞാൻ ഒരിക്കൽ പേപ്പറിൽ വായിച്ചു എന്നല്ലാതെ ഇവിടെ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതിന് ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആപ്ലിക്കേഷൻ പ്രവർത്തനം 50% മാത്രമേ ഇതുവരേക്കും സജ്ജമായിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ രജിസ്ട്രേഷൻ നടപടികൾ, പ്ലാന്റ് ഡോക്ടർ തുടങ്ങി വിരലിലെണ്ണാവുന്ന നടപടികൾ മാത്രം. നമ്മൾ ഓരോ വീഡിയോകളിലും ഇതിലൊക്കെ കണ്ടിട്ട് വാട്സപ്പിൽ മുഖാന്തരം ഒക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഇങ്ങോട്ട് ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ പാടശേഖരം മുഖാന്തരം, അതുപോലെ കൃഷിഭവൻ മുഖാന്തരം, അതിൽ സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ കർഷകരുണ്ട്. അവരുടെയൊക്കെ മുഖാന്തരം നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. ഇത് എത്തുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആളുകൾ കേരളത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വലിയ വിജയം കൈവരിക്കാൻ സാധ്യതയുമുണ്ട്. പക്ഷേ ഒച്ചിഴയും വേഗത്തിലല്ല. കൊട്ടിഘോഷിച്ച് സർക്കാർ പുറത്തിറക്കിയ ഖദിർ ആപ്ലിക്കേഷൻ ജനങ്ങളിലേക്ക് എത്തുക തന്നെ വേണം. വിഭാവനം ചെയ്ത എല്ലാ കാര്യങ്ങളും കൃത്യമായി പൂർത്തിയാക്കിയ ശേഷം. അങ്ങനെ സംഭവിച്ചാൽ കാർഷിക മേഖലയിലെ വലിയ വഴിത്തിരിവാകും അത്. എല്ലാ സേവനങ്ങൾക്കുമുള്ള ഏകജാലക സംവിധാനമായി ഖദിർ മാറുമെന്നതിനാൽ എല്ലാ കർഷകരും ഖദിർ ആപ്പ് സ്വന്തം മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് മാതൃഭൂമി ന്യൂസ് തൃശൂർ.